എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മ എനിക്ക് മാപ്പ് തരണം. എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് വന്നിട്ടുണ്ട്, വരാൻ പറയൂ. കോശവിഭജന പ്രക്രിയയിലുണ്ടാകുന്ന തകരാറുകൾ മൂലം കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുന്ന പ്രക്രിയയാണ് ക്യാൻസർ. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെത്തി ആരോഗ്യമുള്ള കലകളെയും ഇവ നശിപ്പിച്ചു കളയുന്നു. ഈ ഘട്ടത്തിൽ ക്യാൻസർ സങ്കീർണമാകുകയും ശരീരത്തെ മൊത്തം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാൻസർ കോശങ്ങൾ കില്ലർ സെൽസായി പ്രവർത്തിക്കുന്നു. അവിടെ നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ഇത് ഉഗ്രൻ സാധനാടാ, ഇത് വെച്ചോ. ഇത് 2000 രൂപയുണ്ട്. ആ ശരി, ഇത് നീയും വെച്ചോ. ഞാനിങ്ങനെ പൈസ ഉണ്ടാക്കി, നീ മേടിച്ചോ. നീ ഇത് വിറ്റേ തീരും, അല്ലെങ്കിൽ നീ നിന്റെ അമ്മേനെ കാണൂല. നിനക്ക് ജീവിക്കണോ അതോ എടാ പോലീസ് ഓടിക്കോ. പ്രിയപ്പെട്ട കുട്ടികളെ,
ലഹരിക്ക് അടിമപ്പെട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയ രാജീവൻ എന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണ മാഷ് ഇതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട SPC കാഡറ്റ്സ്, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖകരമായ നാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യ മയക്കുമരുന്ന് മാഫിയകളുടെ കൈകളിലകപ്പെട്ട് അവരുടെ കാരിയറാവേണ്ടി വന്ന പ്രിയപ്പെട്ട രാജീവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ്, എക്സൈസ്, വിദ്യാലയ അധികാരികളെ അറിയിക്കുവാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സ്കൂളിനെയും സമൂഹത്തെയും രക്ഷിക്കാൻ SPCക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിദ്യാലയം ലഹരി വിമുക്തമാക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. പ്രതിജ്ഞ. മദ്യം, മയക്കുമരുന്ന് മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം.